ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നല്ല ടേസ്റ്റി ആയിട്ട് നമ്മൾക്ക് ആവിയിൽ വേവിച്ചെടുക്കാൻ പറ്റിയൊരു പലഹാരമാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും എടുക്കാം, 4 മണി പലഹാരമായിട്ട് വേണമെങ്കിലും എടുക്കാം. അപ്പം നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കുന്നത് എന്നുള്ളത്. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയതാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 6-7 ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് ചെറിയ ജീരകമാണ്. നല്ല ജീരകം എന്നൊക്കെ പറയുന്നതാണ്. 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. വെള്ളം ഒഴിച്ച് അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇത് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിൽ 1.25 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് നെയ്യാണ്. 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുക്കുക. നെയ്യിന് പകരം വെളിച്ചെണ്ണ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അത്രയും സമയം വെയിറ്റ് ചെയ്യാം. നമ്മൾ ഇതിനകത്തേക്ക് പുട്ടുപൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് പുട്ടുപൊടിയും കൂടെ റെഡിയാക്കി വെക്കുക. ഇപ്പോൾ ഇവിടെ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ തേങ്ങ അവിടെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. തിളച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. തേങ്ങ കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് തിളച്ച് വരണം. അത്രയും സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക. പെട്ടെന്ന് തന്നെ ഇത് തിളയ്ക്കും. കാരണം തിളച്ച വെള്ളത്തിലേക്കാണ് നമ്മൾ തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ എല്ലാം കൂടെ നല്ലപോലെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾക്ക് ഇതിനകത്തേക്ക് പുട്ടുപൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. 250 ml കപ്പിൽ 1 കപ്പ് പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത്. പുട്ടുപൊടി എടുത്ത അതേ കപ്പിൽ തന്നെയാണ് 1.25 കപ്പ് വെള്ളം കൂടി എടുത്തിട്ടുള്ളത്. ചില പുട്ടുപൊടിക്ക് കുറച്ചും കൂടെ കുറവ് വെള്ളമേ വേണ്ടി വരുള്ളൂ. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നിങ്ങൾ ചേർത്ത് കൊടുക്കാനായിട്ട്. വെള്ളം കുറവാന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. ഞാനിപ്പം ഇവിടെ എടുത്ത പുട്ടുപൊടിക്ക് 1.25 കപ്പ് വെള്ളം കറക്റ്റ് പാകമാണ്. ഇപ്പോൾ ഇതിവിടെ കറക്റ്റ് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇത് ഒരുപാട് ചൂടാറേണ്ട ആവശ്യമില്ല. കുറച്ച് ചൂടിൽ തന്നെയാണ് നമ്മൾക്കിത് ഉരുട്ടിയെടുക്കേണ്ടത്. നമ്മളിത് ഉരുട്ടിയെടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഇതൊന്ന് അടച്ചു വയ്ക്കാം. ആ സമയം കൊണ്ട് നമ്മൾക്ക് ഇതിനകത്തേക്ക് വേണ്ട താളിപ്പ് പെട്ടെന്ന് തന്നെ ശരിയാക്കാം. അതിനായിട്ടൊരു പാൻ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണയൊന്ന് ചൂടായിട്ട് വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായി പൊട്ടി വന്നു കഴിഞ്ഞാൽ 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് ഉണക്കമുളകാണ്. 2-3 ഉണക്കമുളക് ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ നല്ലപോലെ വഴറ്റിയെടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതിവിടെ കുറച്ച് സമയമായിട്ടുണ്ട്. ചൂട് മുഴുവനായിട്ട് പോയിട്ടില്ല. കുറച്ച് ചൂട് ഇപ്പോഴും ഉണ്ട്. ഞാനിവിടെ താളിപ്പും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം സ്പൂൺ വെച്ചിട്ട് തന്നെ കുറച്ച് സമയം കൂടി ഇതൊന്ന് ഇളക്കിയെടുക്കുക. താളിപ്പൊക്കെ എല്ലാ ഭാഗത്തേക്കും ആവണം. ആ ഒരു രീതിയിൽ തന്നെ ഇളക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾക്കിനി കൈ വെച്ചിട്ട് ഇതൊന്ന് ഉരുട്ടിയെടുക്കണം. ഇതിലേക്ക് നമ്മൾ താളിപ്പും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ടേസ്റ്റ് ഒന്നുകൂടെ കൂടും. താളിപ്പില്ലാതെയും ഇത് തയ്യാറാക്കാം. അങ്ങനെയാണിത് തയ്യാറാക്കുന്നതെങ്കിൽ ഇത് ഉരുട്ടി കഴിഞ്ഞതിന് ശേഷം തേങ്ങ ചിരവിയതിനകത്തൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ചെയ്താലും ഇത് കഴിക്കാൻ ടേസ്റ്റ് തന്നെയാണ്. ഞാനിപ്പം ഇവിടെ ഇങ്ങനെ താളിപ്പും കൂടെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ച് മിക്സാക്കിയതിന് ശേഷം ഇനി നമ്മൾക്ക് ഓരോ ഉരുളയായിട്ട് കൈ വെച്ചിട്ട് ഉരുട്ടിയെടുക്കാം. കുറച്ച് വലിയ ഉരുള വേണം ഉരുട്ടിയെടുക്കാനായിട്ട്. നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉരുട്ടുന്ന ആ ഒരു വലുപ്പത്തിൽ വേണം ഉരുട്ടിയെടുക്കാനായിട്ട്. ഇത് നന്നായി കുഴഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മൾക്ക് ഉരുട്ടിയെടുക്കാനും പറ്റും. ഇപ്പോൾ നമ്മളുടെ ആദ്യത്തെ ഉണ്ട തയ്യാറായിട്ടുണ്ട്. ഇതേപോലെ തന്നെ എല്ലാം ഉരുട്ടിയെടുക്കുക. ഇനി ഒരു വാഴയില വെച്ചിട്ട് അതിനകത്തേക്കാണ് ഞാനിതെല്ലാം ഉരുട്ടി വെച്ച് കൊടുക്കുന്നത്. ഈ സമയത്ത് തന്നെ ഇത് വേവിക്കാൻ ആവശ്യമായിട്ട് സ്റ്റീമറിൽ വെള്ളവും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഉരുട്ടിയെടുത്തത് നേരെ സ്റ്റീമറിനകത്ത് വെച്ച് അടച്ചു വെച്ച് 10 തൊട്ട് 12 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ 10 മിനിറ്റൊക്കെ കഴിഞ്ഞു. ഇത് കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു 4 മണി പലഹാരം അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റും കൂടിയാണിത്. ഈ രീതിയിൽ നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. കട്ടൻ ചായയുടെയൊക്കെ ഒപ്പം ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇനി ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഫോളോയും ലൈക്കും കൂടി ചെയ്യാൻ മറക്കല്ലേ. ഈ രീതിയിൽ ഇത് തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.